ഇതിവിടെ നിന്ന് മാറ്റണം. എന്തപ്പ ചെയ്യാ? അത് തന്നെ ചെയ്യാം. അതാവുമ്പോ ഒരു വെടിക്ക് 2 പക്ഷി വീഴും. ഇതെങ്ങനെയെങ്കിലും ഇവളുടെ പെടലിക്ക് കെട്ടിവെക്കണം. എന്റെ ഐസക്കിന് നോട്ടമിട്ട് ഇവളെ ഈ സാധനം കൊണ്ട് കഷ്ടപ്പെടണം. ഇവള് മൊബൈലിൽ ആരുടെ മെസ്സേജ് ആയിരിക്കും വായിക്കണേ? ഇനി ഐസക്ക് എങ്ങനെ ഇവൾക്ക് മെസ്സേജ് അയച്ചു? മന്ദാകിനി എന്താ അവിടെ നിന്ന് വരുന്നത്? മന്ദാകിനി എന്താ വന്നത്? ഞാൻ അമ്പിളിക്ക് ഈ സാധനം തരാൻ വന്നതാ. ഇതെന്താ? ഇതൊരു കമ്പിളി പുതപ്പാ. എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാ. ഞാനിത് അമ്പിളിക്ക് തരാ. എടുത്തേ. ഇതെനിക്കെന്തിനാ? നീ രാത്രി മുഴുവൻ തണുത്ത് മരവിച്ച് ഈ ഹോസ്റ്റലിന് കാവലിരിക്കല്ലേ. നീ തണുത്ത് വിറച്ചിരിക്കുമ്പോ ഞാൻ ഇതും പുതച്ച് അകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് ശരിയാണോ? അല്ല. നിന്റെ കാര്യം ഓർത്തപ്പോഴേ എനിക്കൊരു കുറ്റബോധം. ഇതിന്റെ ആവശ്യം എനിക്കല്ല, നിനക്കാ. രാത്രിയില് തണുപ്പ് കൂടുമ്പോ നീ ഇതും പൊതച്ചിരുന്നോ? മന്ദാകിനിക്ക് ഇത് ഫ്രീ ആയിട്ട് എവിടുന്ന് കിട്ടിയതാ? നമുക്കൊരാളൊരു സാധനം ഫ്രീ ആയിട്ട് തരുമ്പോ തന്നയാളുടെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. മന്ദാകിനിക്ക് എന്റെ കാര്യത്തിൽ ഇത്രയും ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാനിത് വേണ്ടാന്ന് വെക്കുന്നില്ല. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ഉപയോഗിച്ചോളാം. നീ ഇത് കൊണ്ടുപോയി നിന്റെ പെട്ടിയില് വെക്കടി. അതോടെ നിന്റെ സമാധാനം തകരും. ഞാനിപ്പൊ അനുഭവിക്കുന്ന അവസ്ഥ നിനക്കും വരൂടി. എന്താ മന്ദാകിനി? ഒന്നുമില്ല. ഞാൻ നിന്റെ ജോലിയുടെ കാര്യം ഓർത്തതാ. ശരി, അങ്ങനെയാവട്ടെ. ഞാൻ പോട്ടെ. അമ്പിളി, പുതപ്പ് സൂക്ഷിച്ച് പെട്ടി കൊണ്ടുവയ്ക്കണം. ഈ പുതപ്പ് മൂടിയിരിക്കുമ്പോ ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കും. ഒരു ഷോക്ക്, അത് ഉറപ്പാ. ഒരു സാധനങ്ങളും ആർക്കും വെറുതെ കൊടുക്കാത്ത മന്ദാകിനി എനിക്കിത് ഫ്രീ ആയിട്ട് തന്നത് എന്തിനാ? തന്നതുപോലെ മന്ദാകിനി തിരിച്ചു വാങ്ങാനും മടിക്കില്ല. ഇവരാരുമല്ലല്ലോ. ആരുവാണോ? ആരവൻ എന്തുപറ്റി? അയ്യോ, നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. നീ എന്താ ഞങ്ങളാരും വിളിക്കാതിരുന്നേ? നിങ്ങളുടെ ഉറക്കം ഞാൻ കാരണം നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാൻ വിളിക്കാതിരുന്നതാ. സാരമില്ല, ഞാനിത് സഹിച്ചോളാം. കുറച്ച് കഴിയുമ്പോ മാറിക്കോളാം.
നല്ല പനിയുണ്ട്. ഒരു നിമിഷം, ഞാനിപ്പോ വരാം.